തായ്ലൻഡ് ആംഡ് ഫോഴ്സിലെ പൈലറ്റാണ് ബെൻസ് പോങ്സാക്രൻ. പൈലറ്റിന്റെ മുത്തശ്ശൻ മെഴ്സിഡസ് ബെൻസ് എന്ന ആഡംബര കാറിന്റെ ആരാധകനായിരുന്നു. തന്റെ കൊച്ചുമകന് ബെൻസ് എന്ന് പേരിട്ടാൽ അവൻ എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാകുമെന്നായിരുന്നു മുത്തശ്ശന്റെ വിശ്വാസം. ബെൻസ് എന്ന ബ്രാൻഡ് നെയിം പലയിടങ്ങളിലും ഇന്ന് അഭിവൃദ്ധിയെയും പുരോഗതിയെയും സൂചിപ്പിക്കുന്ന ഒരു വിളിപ്പേര് കൂടിയാണ്. ബെൻസ് എന്ന പേര് ഓമന പേരായി ഉപയോഗിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതലുള്ളത് തായ്ലൻഡിലാണ്. അതുകൊണ്ടായിരിക്കാം മെഴ്സിഡസ് ബെൻസ് എന്ന ബ്രാൻഡ് ഐക്കൺ ഓഫ് ഇൻസ്പിറേഷൻ എന്ന പേരിൽ ബെൻസ് എന്ന പേരുള്ളവരെ കണ്ടെത്താൻ തായ്ലൻഡിൽ ഒരു പരസ്യ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ബെൻസ് എന്ന പേരും മെഴ്സിഡസ് ബെൻസ് എന്ന ബ്രാൻഡും തമ്മിലുള്ള ആളുകളുടെ ബന്ധത്തെ ചിത്രീകരിച്ച ഒരു ഡോക്യുമെന്ററിയും അവർ പുറത്തിറക്കിയിരുന്നു. സത്യസന്ധമായ ഒരു പേഴ്സണൽ സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈൽ. ആളുകൾക്ക് ബെൻസിനോടുള്ള ഇമോഷണൽ ലിങ്ക് കൃത്യമായി വരച്ചു കാണിച്ച ഒരു പരസ്യ ക്യാമ്പയിൻ ആയിരുന്നു അത്. സത്യത്തിൽ കാൾ ബെൻസ് എന്ന എഞ്ചിനീയർ 1885 ലോകത്തിലെ ആദ്യത്തെ പെട്രോൾ പവേർഡ് ഓട്ടോമൊബൈൽ, അതായത് ബെൻസിന്റെ ആദ്യ രൂപം സൃഷ്ടിച്ചപ്പോൾ ആരും ഒന്ന് ഓടിക്കാൻ പോലും ധൈര്യം കാണിച്ചില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ബെർത്ത ബെൻസ് ആണ് ആദ്യമായി ആ വാഹനത്തിൽ ഒരു റോഡ് ട്രിപ്പ് നടത്തിയത്. എല്ലാവരും ഓടിക്കാൻ പേടിച്ച ഒരു വണ്ടി ഒരു വലിയ ആഗോള ബ്രാൻഡായി വളർന്നപ്പോൾ കോടിക്കണക്കിന് ആളുകൾ ഓടിക്കാൻ കൊതിക്കുന്ന വണ്ടിയായി മാറി. മഹത്തായ ഫിയർ ടു ഫാസിനേഷൻ ജേർണി എന്ന് തന്നെ പറയാം.